ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. 12 സംസ്ഥാനങ്ങളിലായി 95 മണ്ഡലങ്ങളാണ് വിധിയെഴുതിയത്. ഒഡീഷ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടന്നു. പശ്ചിമ ബംഗാളിലെ അക്രമ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിലേതുപോലെ വ്യാപകമായ സംഘർഷങ്ങളോ പരാതികളോ ഇല്ലാതെയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചത്. എന്നാൽ പശ്ചിമ ബംഗാളിൽ പലയിടത്തും സംഘർഷമുണ്ടായി. റായ്ഗഞ്ചിൽ CPIM സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിന്റെ വാഹനം ഇഷ്ടിക കൊണ്ട് എറിഞ്ഞു തകർത്തു. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബൂത്തുകൾ കയ്യേറി. പോലീസും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. 2 ബൂത്തുകൾ അടിച്ചു തകർത്തു. വേണ്ടത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ലെന്ന് മുഹമ്മദ് സലീം കുറ്റപ്പെടുത്തി. But that's a nexus between the local police arrangement and the goons under Trinamool Congress. 2 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. അക്രമ സംഭവങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടി. ദക്ഷിണേന്ത്യയിലെ 53ഉം ഉത്തരേന്ത്യയിലെ 42 മണ്ഡലങ്ങളാണ് വിധി എഴുതിയത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വെല്ലൂർ ഒഴികെ തമിഴ്നാട്ടിൽ 38 സീറ്റുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. 18 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടന്നു. മഹാരാഷ്ട്രയിൽ 10ഉം ഉത്തർപ്രദേശിൽ 8ഉം മണ്ഡലങ്ങൾ വിധി എഴുതി. വോട്ടെടുപ്പിനിടെ ഛത്തീസ്ഗഡിൽ സുരക്ഷാസേന 2 മാവോയിസ്റ്റുകളെ വധിച്ചു. ഒരു പോളിംഗ് ഉദ്യോഗസ്ഥൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയത് പലയിടത്തും വോട്ടെടുപ്പിനെ തടസ്സപ്പെടുത്തി. വിഘടനവാദികളുടെ ബഹിഷ്കരണാഹ്വാനമുണ്ടായിരുന്നുവെങ്കിലും ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലും ഉദ്ധംപൂരിലും വോട്ടെടുപ്പ് സമാധാനപൂർണ്ണമായിരുന്നു. ക്യാമറമാൻ KP ധനേഷിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തത് പശ്ചിമ ബംഗാളിലായിരുന്നു. വ്യാപകമായി ബൂത്തുകൾ കയറിയ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ റായ്ഗഞ്ചിലെ CPM സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിന്റെ വാഹനം തകർത്തു. തൃണമൂൽ ഭീകരതയാണ് ബംഗാളിൽ നടക്കുന്നതെന്ന് CPM-ഉം BJP-യും ആരോപിച്ചു. റായ്ഗഞ്ച്, ഡാർജിലിംഗ്, ജയ്പാൽഗുഡി എന്നീ 3 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് വ്യാപകമായ അക്രമങ്ങളും ബൂത്ത് പിടുത്തവും അരങ്ങേറിയത്. റായ്ഗഞ്ചിലെ പട്ടകോരയിലെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നതിനിടെയാണ് മുഹമ്മദ് സലീമിന്റെ വാഹനം തൃണമൂൽ പ്രവർത്തകർ അടിച്ചു തകർത്തത്. പോലീസിന്റെ സഹായത്തോടെയാണ് അക്രമവും ബൂത്ത് പിടുത്തവും നടന്നതെന്ന് സലീം ആരോപിച്ചു. റായ്ഗഞ്ച് മണ്ഡലത്തെ ഗിർപ്പറിൽ തൃണമൂൽ പ്രവർത്തകർ ബൂത്ത് കയറിയതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഇവരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിവീശി. സമാനമായ സംഭവം ഡാർജിലിംഗിലെ ചോപ്രയിലുമുണ്ടായി. ചോപ്രയിൽ തൃണമൂൽ BJP പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ വോട്ടിംഗ് യന്ത്രം തകർത്തു. ഡാർജിലിംഗിലെ കലിംപോങ്ങിൽ മാധ്യമപ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന 2 വാഹനങ്ങൾ അടിച്ചു തകർത്തു. തൃണമൂൽ ഭീകരതയാണ് ബംഗാളിൽ നടക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സിദ്രാം യെച്ചൂരി പ്രതികരിച്ചു. The democracy is being destroyed and it's being actually murdered in broad daylight, and this is the actual vindication of it. On the polling day, a candidate, his car is attacked, shots are fired. I mean, this is what, and the election commission in the country says central forces are deployed. There is not a single central force that was there at the time of the incident. മമതാ ബാനർജി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് BJP നേതാവ് ബാബുൽ സുപ്രിയോ ആരോപിച്ചു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും നടന്ന തമിഴ്നാട്ടിൽ മികച്ച പോളിംഗ്. 70%-ലധികം വോട്ടർമാർ വോട്ടവകാശം വിനിയോഗിച്ചു. AIDMK ബൂത്ത് കയ്യേറാൻ ശ്രമം നടത്തുന്നുവെന്ന് ആരോപിച്ച് DMK തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. 2014 മെച്ചപ്പെട്ട പോളിംഗാണ് ഇക്കുറിയും തമിഴകം രേഖപ്പെടുത്തിയത്. ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ ശാന്തമായിരുന്നു വോട്ടെടുപ്പ്. ചിദംബരത്തെ PMK പ്രവർത്തകർ VCK പ്രവർത്തകരുടെ വീടുകൾ ആക്രമിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയത് പലയിടത്തും വോട്ടർമാരെ വലച്ചു. ചെന്നൈ, രാമനാഥപുരം, ഈറോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ 50-ലധികം ബൂത്തുകളിൽ വോട്ടെടുപ്പ് തുടങ്ങിയത് ഏറെ വൈകിയാണ്. അണ്ണാ DMK പ്രവർത്തകർ ബൂത്ത് കയ്യേറാൻ ശ്രമം നടത്തുന്നുവെന്ന് ആരോപിച്ച DMK തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി സേലത്തും DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ ചെന്നൈയിലും വോട്ട് രേഖപ്പെടുത്തി. തമിഴ് സൂപ്പർ താരം രജനീകാന്തും മക്കൾ നീതിമയ്യം നേതാവ് കമൽഹാസനും ചെന്നൈയിൽ വോട്ട് രേഖപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ 18 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് എടപ്പാടി പളനിസ്വാമി ഭരണത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതാണ്.
അവശേഷിക്കുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് മെയ് 19 നടക്കും. DMKയും AIADMKയും വിശാല മുന്നണികളാണ് മത്സരിക്കുന്നത്. രണ്ടു പാർട്ടികൾക്കും അതീവ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ക്യാമറമാൻ ടിങ്കു രാശേനൊപ്പം ആർ കിരൺ ബാബു, ന്യൂസ് 18. 2 വനിതാ മുഖ്യമന്ത്രിമാർ ഭരിച്ച തമിഴ്നാട്ടിൽ ഇത്തവണ ഏറ്റവും വലിയ പെൺപോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൂത്തുക്കുടി. DMKയിലെ കനിമൊഴിയും BJPയിലെ തമിഴ് SI സൗന്ദരരാജനുമാണ് ഇവിടെ നേർക്കുനേർ പോരാടുന്നത്. 13 പേർ കൊല്ലപ്പെട്ട തൂത്തുക്കുടി വെടിവെപ്പിനെതിരായ വികാരം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് ഇത്. രാഷ്ട്രീയത്തിലെ പെൺപെരുമയ്ക്ക് പേരുകേട്ട തമിഴ്നാട്ടിൽ ഇക്കുറി കടുത്ത പെൺപോരാട്ടം നടന്ന മണ്ഡലമാണ് തൂത്തുക്കുടി. കരുണാനിധിയുടെ മകളും DMK നേതാവും കവിയുമായ കനിമൊഴി ഒരു വശത്ത്, കരുത്തുറ്റ എതിരാളിയായി BJP സംസ്ഥാന അധ്യക്ഷ തമിഴിസൈ സൗന്ദരരാജനും. കഴിഞ്ഞ തവണ അണ്ണാ DMKയാണ് വിജയിച്ചതെങ്കിലും DMKയ്ക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് തൂത്തുക്കുടി. പൊതു രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം മണ്ഡലത്തിൽ വിധി നിർണയിക്കുന്ന പ്രധാന വിഷയം തൂത്തുക്കുടി വെടിവെപ്പാണ്. തൂത്തുക്കുടി ജില്ലാ കളക്ടറിന് മുന്നിലെ ഈ റോഡിൽ വെച്ചാണ് സമരക്കാരുടെ നെഞ്ചിനു നേരെ പോലീസ് വെടിയുതിർത്തത്. 13 പേർ കൊല്ലപ്പെട്ട വെടിവെപ്പിനെതിരായ വികാരം മണ്ഡലത്തിലുണ്ട്. DMK മുന്നണിയും TTV ദിനകരന്റെ AMMKയും ഇത് വോട്ടാക്കാൻ ശക്തമായി ശ്രമിക്കുന്നുണ്ട്. 13 പേർ കൊല്ലപ്പെട്ട വെടിവെപ്പിനെതിരായ വികാരം മണ്ഡലത്തിലുണ്ട്. DMK മുന്നണിയും TTV ദിനകരന്റെ AMMKയും ഇത് വോട്ടാക്കാൻ ശക്തമായ ശ്രമമാണ് നടത്തിയത്. 13 பேர் இறந்தாங்க. தூத்துக்குள்ள துப்பாக்கி சூடு நடந்துச்சு. அந்த மேட்ரு இப்போ இந்த அரசியல் நிலவரத்தில் பயங்கரமான ஒரு களத்தில் சந்திக்க நேரிடும். மாற்றம் கண்டிப்பாக நிச்சயம் ஆட்சி மாற்றம் கண்டிப்பாக நேரிடும். அதை வச்சு தான் இப்போ தூத்துக்குடியில் 2 VIPங்க மோதிட்டு இருக்காங்க. AMMKയുടെ ശക്തമായ സാന്നിധ്യമാണ് അണ്ണാ DMK BJP സഖ്യത്തെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു ഘടകം. 13 പേർ കൊല്ലപ്പെട്ട തൂത്തുക്കുടി വെടിവെപ്പ് തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ ഇളക്കിമറിച്ചതാണ്. ഇതിന്റെ അലയൊലികൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബാധിക്കുമെന്നുറപ്പ്. ക്യാമറമാൻ ടിങ്കു രാശേനൊപ്പം ആർ കിരൺ ബാബു, ന്യൂസ് 18. വോട്ട് രേഖപ്പെടുത്താൻ കേരളത്തിന് 23 വരെ കാത്തിരിക്കണമെങ്കിലും മാഹിയിലെ മലയാളികൾക്ക് ആ അവസരം നേരത്തെ ലഭിച്ചു. പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മാഹിയിൽ എഴുത്തുകാരൻ M. മുകുന്ദൻ ഉൾപ്പെടെ നിരവധി പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മക്കൾ നീതി മയ്യത്തിനാണ് CPM പിന്തുണയെങ്കിലും പ്രവർത്തകർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നാണ് മാഹി MLA അടക്കമുള്ളവരുടെ നിലപാട്. മലയാള നാടിന്റെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് മയ്യഴിയുടെ തീരത്ത് ആദ്യം തിരഞ്ഞെടുപ്പെത്തി. വോട്ട് രേഖപ്പെടുത്താൻ ആദ്യമെത്തിയവരിൽ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ M. മുകുന്ദനും ഭാര്യ ശ്രീജയും. അപ്പോൾ ഞാൻ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇന്ത്യ എന്ന രാജ്യമാണ്. പോണ്ടിച്ചേരിയിൽ മക്കൾ നീതി മയ്യം സ്ഥാനാർത്ഥി MAS സുബ്രഹ്മണ്യത്തിനാണ് CPM പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് പ്രവർത്തകർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് CPM പിന്തുണയോടെ ജയിച്ച മാഹി MLA V. രാമചന്ദ്രൻ. മാഹിയിലെ CPM അനുഭാവികളുടെ വോട്ട് കാര്യമായും സഖ്യത്തിന് അനുകൂലമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈത്തിലിംഗത്തിന് തന്നെയാണ് ചെയ്യുക എന്നാണ് വ്യക്തിപരമായും പിന്നെ എൻ്റെ അനുഭവത്തിലൂടെയും പറയാൻ കഴിയും. പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി E. വത്സരാജ് CE ഭരതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാര്യ അരുണയ്ക്കൊപ്പം വോട്ട് ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാട്ടുകാർക്കൊക്കെ കൃത്യമായ ഒരു ധാരണയുണ്ട്. ഇത് ഡൽഹിയിലെ ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അതിനനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള വോട്ടിംഗ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. 18 സ്ഥാനാർത്ഥികളാണ് പുതുശ്ശേരിയിൽ മത്സരരംഗത്തുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി V. വൈദ്യലിംഗവും NDA സ്ഥാനാർത്ഥി K. കുമാരസ്വാമിയും തമ്മിലാണ് ഇവിടെ പ്രധാന മത്സരം. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കാറ്റാണ് പൊതുവെ പോണ്ടിച്ചേരിയിലും വീശുക. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 മാഹി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യമില്ല. 7 സീറ്റുകളിലും ഉടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ഹരിയാനയിലും സഖ്യം വേണമെന്ന ആം ആദ്മി പാർട്ടി ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചതോടെയാണ് സഖ്യനീക്കം പൊളിഞ്ഞത്. മാസങ്ങളായി നടക്കുന്ന ചർച്ചകൾക്കും പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്കും വിരാമം. ഡൽഹിയിൽ കൈപ്പത്തിയും ചൂലും ഒന്നിക്കില്ല. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തനിച്ചു മത്സരിക്കും. ഇന്നലെ വൈകുന്നേരം വരെ സഖ്യ ചർച്ചകൾ അനുകൂല ദിശയിലായിരുന്നു. 3 സീറ്റിൽ കോൺഗ്രസും 4-ൽ ആം ആദ്മി പാർട്ടിയും മത്സരിക്കാനായിരുന്നു ഫോർമുല. എന്നാൽ സഖ്യം ഹരിയാനയിലേക്ക് നീട്ടണമെന്നും 1 സീറ്റ് നൽകണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു. മറ്റ് സംസ്ഥാനങ്ങളിൽ ധാരണയ്ക്കില്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്തതോടെയാണ് അവസാനവട്ട ശ്രമവും പാളിയത്. 7 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഡൽഹിയുടെ ചുമതലയുള്ള PC ചാക്കോ.
അവസാനഘട്ടത്തിലെ കോൺഗ്രസ് പിന്മാറ്റം എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് ഗോപാൽ റായ് പറഞ്ഞു. ആം ആദ്മി പാർട്ടി നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയിരുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള പാർട്ടികളുടെ തീരുമാനത്തോടെ ഡൽഹിയിലെ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാനാണ് സാധ്യത. 7 സീറ്റുകളിലും ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. ന്യൂസ് 18 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്കോ UPAയ്ക്കോ ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി. പ്രാദേശിക കക്ഷികളെല്ലാം ശക്തരാണെന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഒരുമിച്ച് തീരുമാനിക്കുമെന്നും മമത പറഞ്ഞു. നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ രാഹുൽ ജോഷിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് മമതാ ബാനർജി മനസ്സ് തുറന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രാദേശിക കക്ഷികളായിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് മമതാ ബാനർജി. BJPയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന മുന്നണികൾക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല. ഫെഡറൽ മുന്നണി അധികാരത്തിലെത്തുമെന്നും മമത. പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ള ബന്ധം ശക്തമാണ്. ഫെഡറൽ മുന്നണി അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രിയെ ഒരുമിച്ച് തീരുമാനിക്കുമെന്നും മമത വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു മമതയുടെ മറുപടി. ബംഗാളിൽ BJPക്ക് ഒരു സീറ്റും ലഭിക്കില്ലെന്നും മുഴുവൻ സീറ്റിലും തൃണമൂൽ ജയിക്കുമെന്നും അവർ പറഞ്ഞു. കേന്ദ്രത്തിലെ ഭരണം കാട്ടി ഭീഷണിപ്പെടുത്തി കോൺഗ്രസ് CPM പ്രവർത്തകരെ പാർട്ടിയിൽ ചേർത്തതിനാലാണ് BJPക്ക് വോട്ട് ശതമാനം കൂടിയത്. രാജീവ് ഗാന്ധിയുടെ മകളെന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധിയോട് ഏറെ സ്നേഹമുണ്ട്. എന്നാൽ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് പറയാനില്ലെന്നും മമത ന്യൂസ് 18 അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. പൊന്നാനിയിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി PV അൻവർ. പ്രചാരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം. ഈ ജനാവലിയുടെ മുമ്പിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ പറയുന്നു, മെയ് 21 ഒരു ദിവസമുണ്ടെങ്കിൽ അന്ന് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി 100% ജയിച്ചിരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ഉപയോഗിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൊതുപ്രവർത്തനം നിർത്തിവെക്കും ഞാൻ എന്നുകൂടി നിങ്ങളോട് പറയുകയാണ്. അത്രമാത്രം ആളുകൾ ഇടതുപക്ഷത്തോടൊപ്പം ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും നമ്മൾ പിന്തുണയ്ക്കുകയാണ്. പൊന്നാനിയിൽ ജയിച്ചില്ലെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് അൻവറിന്റെ വാക്ക്. എന്നാൽ MLA സ്ഥാനത്ത് തുടരുമോ എന്ന് PV അൻവർ വ്യക്തമാക്കുന്നില്ല. പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചാൽ ഈ സ്ഥാനവും രാജിവെക്കേണ്ടേ എന്നാണ് UDF ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് അൻവർ ഇത് പറഞ്ഞതെന്നും ശ്രദ്ധേയം. സാധാരണഗതിയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന MLAമാർ ജയിച്ചാലാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടത്. എന്നാൽ പൊന്നാനിയിൽ അൻവർ ജയിച്ചാലും തോറ്റാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുമോ എന്ന സംശയമാണ് ഉയരുന്നത്. ലീഗ് 2009-നേക്കാൾ ഭൂരിപക്ഷം സ്വപ്നം കാണുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തോടെയുള്ള അട്ടിമറി സുസാധ്യമാണെന്ന കണക്കുകൂട്ടലാണ് LDFന്. പൊന്നാനിയിലെ സിറ്റിംഗ് MP ET മുഹമ്മദ് ബഷീറിന് കനത്ത വെല്ലുവിളി ഉയർത്തിയാണ് അൻവറിന്റെ പ്രചാരണം. ന്യൂസ് 18 മലപ്പുറം. BJPയുടെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് നരേന്ദ്രമോദി സംസാരിക്കുക. ശബരിമല വിശ്വാസം, ദേശീയത എന്നിവ നരേന്ദ്രമോദി പ്രധാന വിഷയമാക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും TG സജിത്ത് ചേരുന്നു. സജിത്ത്, 7 മണിയോടുകൂടി എത്തിച്ചേരുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ വരവ് വൈകുന്നത് എന്തുകൊണ്ടാണ്? ആരെല്ലാമാണ് BJPയുടെ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുന്നത്? നമ്മുടെ ഈ പ്രധാനമന്ത്രി ഈ പൊതുസമ്മേളനം അല്പം വൈകുകയാണ്. അദ്ദേഹം ഇതുവരെ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയിട്ടില്ല. തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പൊതുസമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തത്തിലെ ഈ പൊതുസമ്മേളനം വലിയൊരു ആവേശത്തോടെയാണ് തിരുവനന്തപുരത്ത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ മാത്രമല്ല കേരളത്തിലുള്ള BJPയുടെ എല്ലാ വലിയ BJPയുടെ പ്രതീക്ഷിക്കുന്നത്.
പ്രധാന വിഷയങ്ങൾ പ്രധാനമന്ത്രി തീർച്ചയായും ഇന്നത്തെ ഈ അദ്ദേഹം ടി.ജി. സജിത്താണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി പൊതുസമ്മേളനം അഭിസംബോധന ചെയ്യും. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വോട്ട് അഭ്യർത്ഥിച്ച നടൻ ബിജു മേനോനും നിർമ്മാതാവ് ജി സുരേഷ് കുമാറും. സുരേഷ് ഗോപിയെ ജനപ്രതിനിധിയായി ലഭിക്കുന്നത് തൃശൂരിന്റെ ഭാഗ്യമാണെന്ന് നടൻ ബിജു മേനോൻ പറഞ്ഞു. തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ സൗഹൃദവേദി സംഘടിപ്പിച്ച സുരേഷ് ഗോപിയോടൊപ്പം പരിപാടിയിലാണ് സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഒത്തുചേർന്നത്. ബിജു മേനോൻ, നിർമ്മാതാവ് ജി സുരേഷ് കുമാർ, പ്രിയ വാര്യർ ഉൾപ്പെടെ ഒട്ടേറെ സിനിമാ താരങ്ങൾ സുരേഷ് ഗോപിക്ക് വിജയാശംസകൾ നേരാനെത്തി. സുരേഷ് ഗോപിയെക്കുറിച്ച് ബിജു മേനോന് പറയാനുള്ളത് ഇങ്ങനെ: എന്ത് പ്രശ്നങ്ങളും ഏത് സമയത്തും എപ്പോഴും കൂടെ ഉണ്ടാവുന്ന സുരേഷ് ഗോപി തൃശൂർക്കാരനാകുന്നത് തിരുവനന്തപുരത്തിന്റെ നഷ്ടമാണെന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പറഞ്ഞു. കൊലപാതക രാഷ്ട്രീയം, അത് ഏത് രാഷ്ട്രീയം ചെയ്താലും അവരെന്റെ ശത്രുക്കളാണ്. എനിക്ക് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അച്ഛന്റെയും അമ്മയുടെയും അച്ഛനമ്മമാരുടെ കണ്ണീര് എന്റെ ചോരക്കണ്ണീരായി മാറുന്നു. എന്റെ മക്കളെ ഞാൻ ആ പിള്ളേരെ കാണുമ്പോൾ എന്റെ മക്കളുടെ മുഖം ഞാൻ ഓർക്കുന്നു. എന്തോ ഒരു നിഷേധമാണ് രാഷ്ട്രീയത്തിന്റെ പേര്. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക, മകൻ ഗോകുൽ തുടങ്ങിയവരും സംഗമത്തിലെത്തി. 7 ആർട്സ് വിജയകുമാർ, വിദ്യാധരൻ മാസ്റ്റർ, സന്തോഷ്, നന്ദകിഷോർ, സുധീർ, കെ സുരേഷ്, സുന്ദർ മേനോൻ, TC സേതുമാധവൻ, അനൂപ് ശങ്കർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് 18 തൃശൂർ. ഇനി ന്യൂസ് 18 നേതാവ് സർവേ. ന്യൂസ് 18 നേതാബ് സർവേയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധിയെ വാരണാസിയിൽ മത്സരിപ്പിക്കണം. അതെ എന്ന് 42.61% പേർ അഭിപ്രായപ്പെട്ടപ്പോൾ അല്ല എന്ന് 57.39% പേരാണ് അഭിപ്രായപ്പെട്ടത്. പൂർണ്ണമാകുന്നു വോട്ട് ഇന്ത്യ വോട്ട്. നമസ്കാരം.